ഹായ്, എല്ലാ കൂട്ടുകാർക്കും വിദ്യാ പ്ലസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യലിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. സോഷ്യലിന്റെ ഏത് ചാപ്റ്റർ ആണ്? രണ്ടാമത്തെ ചാപ്റ്ററിലെ ആദ്യ ഭാഗം മിസ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഭാഗം നന്നായിട്ട് എൻ്റെ കൂട്ടുകാർ എന്ത് ചെയ്യണം? പോയി ഒന്ന് പഠിച്ചു വെക്കണേ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഭാഗം പഠിച്ചിട്ടേ ഇങ്ങോട്ട് പോരാവുള്ളേ. ഓക്കെ. അപ്പോൾ ആർക്കെങ്കിലും ആ ഭാഗം ഇനി കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ഇട്ടാൽ മതി. മിസ് എന്ത് ചെയ്യാം? അതിൻ്റെ ലിങ്ക് ഇട്ട് തരാം കേട്ടോ. നമ്മുടെ ചാനൽ കിടപ്പുണ്ട്, ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. അതേപോലെ എൻ്റെ കൂട്ടുകാർ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഓടിപ്പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, മറന്നു പോലെ കേട്ടോടാ. അപ്പം നമുക്ക് നോക്കിയാലോ. ഏതാ ചാപ്റ്റർ നോക്കിയാലോ? ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ. ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നടാ? ഫുഡും അതേപോലെ ഏതാണ്? ഹ്യൂമനും അല്ലേ? നമ്മുടെ ഫുഡും അതേപോലെ എന്താണ്? ഭക്ഷണവും മനുഷ്യരെ കുറിച്ചുമായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യകാലത്ത് മനുഷ്യർ എങ്ങനെയാണ് ഫുഡ് കഴിച്ചിരുന്നത് എന്നും വേട്ടയാടിക്കൊണ്ടും അല്ലേ, ഹണ്ടിങ് ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലേ, ഫിഷിംഗ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ നെക്സ്റ്റ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഏതാണെന്ന് വെച്ചാൽ എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റം എക്രോസ് ലാൻഡ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഭക്ഷണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ. എന്നാൽ ഈ എക്സ്ചേഞ്ച് എന്തായിട്ട് മാറാൻ തുടങ്ങി? കാലക്രമേണ ഇത് എക്രോസ് ലാൻഡ്സ് ആയിട്ട് മാറാൻ തുടങ്ങി കേട്ടോ. എക്രോസ് ലാൻഡ്സ് മീൻസ് നമ്മുടെ ദേശം വിട്ടിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് കേട്ടോ. അപ്പം നമുക്ക് ഏതൊക്കെയാ നോക്കിയാലോടാ. ദ എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് വാസ് നോട്ട് കൺഫീൻഡ് ടു എനി പർട്ടിക്കുലർ റീജിയൻ. ഇത് എവിടെ നിന്നില്ല? നമ്മുടെ റീജിയനിൽ മാത്രമായിട്ട് ഒതുങ്ങി നിന്നോ? ഇല്ല. ടു എനി പർട്ടിക്കുലർ റീജിയൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. ദിസ് എക്സ്ചേഞ്ച് സ്പ്രെഡ് എക്രോസ് ലാൻഡ്. ഇത് എന്തായിട്ട് മാറി? എക്രോസ് ലാൻഡ് ആയിട്ട് മാറി അല്ലേ. ഈ കൈമാറ്റം പല ദേശങ്ങളിലേക്കും വ്യാപിക്കാൻ തുടങ്ങി. സിൻസ് ഏർലി ടൈം വി ഹാഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് വിത്ത് ഡിസ്റ്റന്റ് ലാൻഡ്സ്. അപ്പം എന്താണ്? ഒരുപാട് വിദൂര സ്ഥലങ്ങളിലേക്കും എന്ത് പോകാൻ തുടങ്ങി? നമ്മളെ പല സാധനങ്ങളും നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. ദിസ് എക്സ്ചേഞ്ച് വർ മെയിൻലി വിത്ത് ദ റോമൻ, ചൈനീസ്, അറബ്സ് ആൻഡ് എന്താണ് പേർഷ്യൻ, ജൂതൻസ് ആണ് അല്ലേ. ആർക്കൊക്കെ എവിടേക്കൊക്കെ ആയിരുന്നു എക്സ്ചേഞ്ചസ് മെയിൻലി നടന്നിരുന്നത്? റോമൻ, ചൈനീസ് ഉണ്ട്, അറബ് ഉണ്ട്, പിന്നെ ഏതാണ്? പേർഷ്യൻ ഉണ്ട്, പിന്നെ ഏതാണ്? ജൂതൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതൊന്ന് ഒന്ന് അടയാളപ്പെടുത്തി ഇടണം എൻ്റെ കുഞ്ഞുമക്കൾ. ഇതൊന്ന് വായിച്ച് പഠിക്കണം കേട്ടോ. എവിടേക്കൊക്കെ ആയിരുന്നടാ? എന്താണ്? ദിസ് എക്സ്ചേഞ്ചസ് വേർ മെയിൻലി വിത്ത് ദ റോമൻ ഉണ്ട്, ചൈനീസ് ഉണ്ട്, അറബ് ഉണ്ട്, പേർഷ്യൻ ഉണ്ട്, പിന്നെ ഏതാണ്? ജൂതൻസ് ഉണ്ട് അല്ലേ. അങ്ങോട്ടൊക്കെ ആയിരുന്നു എന്ത് ചെയ്തിരുന്നത്? മെയിനായിട്ട് നമ്മുടെ സാധനങ്ങൾ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തിരുന്നത്. ഐഡന്റിഫൈ ദ സ്പൈസസ് ഇൻ ദ പിക്ചർ ആൻഡ് റൈറ്റ് ദ ഷോർട്ട് നോട്ട് ഓൺ ദം. അപ്പോൾ ഇവിടെ കുറിച്ച് എന്ത് കൊടുത്തിട്ടുണ്ട്? സ്പൈസസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്ത് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്? ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കേടാ, ഏതൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്? ഏതാണ്? ഫസ്റ്റ് വൺ ഏതാണ്? ബ്ലാക്ക് പെപ്പർ ആണ് അല്ലേ. ഫസ്റ്റ് വൺ ഏതാണ്? ബ്ലാക്ക് പെപ്പർ ആണ്. അപ്പോൾ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞുമക്കൾ എന്ത് ചെയ്യുക? അതിൻ്റെ മുകളിൽ ബ്ലാക്ക് പെപ്പർ എന്ന് എഴുതി വെക്കണേ. ബ്ലാക്ക് പെപ്പർ. എടാ ഒന്ന് അതിൻ്റെ സ്പെല്ലിംഗ് വായിച്ചെടാ. സ്പെല്ലിംഗ് എങ്ങനെ വരുന്നത്? സ്പെല്ലിംഗ് ഒന്ന് വായിച്ചു നോക്കിക്കേ. BLACK. പിന്നെന്താണ്? പെപ്പറിന്റെ സ്പെല്ലിംഗ് എന്താണ്? PEPPER ആണ് അല്ലേ. അപ്പൊ എന്ത് ചെയ്യരുത്? അത് മറന്നു പോകാണ്ട നോക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഏതാടാ പറഞ്ഞേക്കുന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാർഡമോം എന്ന് പറയുന്ന ഒരാളെ കണ്ടിട്ടുണ്ടാവും അല്ലെ. സാധാരണയായിട്ട് നമ്മൾ എവിടെ ഉപയോഗിക്കലുണ്ട്? ബിരിയാണിയിലൊക്കെ അമ്മമാർ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇടാൻ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പോൾ അമ്മമാരൊക്കെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഈ സാധനം യൂസ് ചെയ്യലുണ്ട് കേട്ടോ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കാർഡമോം എന്ന് പറയുന്നത്. അപ്പം മിസ് ഇവിടെ എഴുതാവേ. CAR. എടാ സ്പെല്ലിങ് പറഞ്ഞ് എഴുതാവുള്ളേ. DAMOM ആണ് കേട്ടോ. അപ്പോൾ സ്പെല്ലിംഗ് പറഞ്ഞ് എഴുതാവുള്ളേ. കാർഡമോം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് ഏതാടാ? ജിഞ്ചർ. സാധാരണയായിട്ട് നിങ്ങൾ കാണുന്ന അല്ലേ. നിങ്ങളുടെ വീട്ടിലില്ലേ ഇഞ്ചി? ഇല്ലേടാ. ഇഞ്ചി എല്ലാവരുടെ വീട്ടിൽ നട്ടിട്ടുണ്ടാവൂലേ അമ്മമാരൊക്കെ. നെക്സ്റ്റ് എന്താണ്? ജിഞ്ചർ ആണ്. അത് കഴിഞ്ഞിട്ട് ഏതാടാ? ജിഞ്ചർ കഴിഞ്ഞിട്ട് ക്ലോവ്സ് ആണ് കേട്ടോ. ഏതാണ്? ക്ലോവ്സ്. അതിനെന്താ നമ്മൾ മലയാളത്തിൽ പറയുന്നത്? ഗ്രാമ്പു എന്ന് പറയട്ടോ. എന്താ പറയുന്നത്? ഗ്രാമ്പു. പിന്നെ അടുത്തെന്താണ്? സിന്നമോം ആണ് കേട്ടോ. എന്നാണ്? സിൻമോൻ. ഓക്കെ, അപ്പോൾ സ്പെല്ലിംഗ് വായിച്ചേ. CINNAMON ആണ് കേട്ടോ. അടുത്ത ലാസ്റ്റ് വൺ ഏതാണ്? നട്ട്മെഗ് ആണ് കേട്ടോ. അടുത്ത ലാസ്റ്റ് വൺ ഏതാണ്? നട്ട്മെഗ് ആണ് കേട്ടോ. ലാസ്റ്റ് വണ് നട്ട്മെഗ് ആണ്. ഓക്കെ, NUTMEG ആണ് അതിൻ്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ എന്ത് ചെയ്യണം?
അത് നന്നായിട്ടൊന്ന് നോക്കി വെക്കണം കേട്ടോടാ. ഈ സ്പെല്ലിങ്സ് എന്ത് ചെയ്ത് മാറിപ്പോവാണ്ട് ഒന്ന് നോക്കി വെക്കണേ. ഇതൊക്കെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തിരുന്ന സാധനങ്ങളാണ്. എടാ പിന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ഷോർട്ട് നോട്ട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം മിസ് ഇതിൻ്റെ നോട്ട് ഇത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. അതിലുണ്ടാവും ഇതിൻ്റെ നോട്ട് കേട്ടോ. മിസ് ഇത് എല്ലാം കൂടി ഇതിൻ്റെ ഉള്ളിൽ എഴുതിയിടാൻ പറ്റാഞ്ഞിട്ടാണ്. അപ്പം മിസ് നോട്ടിൻ്റെ കൂടെ തരാം. The spices that were exchanged mainly from India with other lands were black pepper, cardamom, ginger, cloves and cinnamon. അപ്പോൾ എന്തൊക്കെയായിരുന്നു നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്? ഈ കാണുന്ന സാധനങ്ങളൊക്കെ അല്ലേ. ബ്ലാക്ക് പെപ്പർ എന്ന് വെച്ചാൽ എന്താണ്? കുരുമുളകാണ് അല്ലേ. കാർഡമം എന്ന് വെച്ചാൽ എന്താണ്? ഗ്രാമ്പു അല്ല, ഏലക്ക. നെക്സ്റ്റ് അടുത്ത് എന്താ? ജിഞ്ചർ എന്ന് വെച്ചാൽ എന്താണ്? ഇഞ്ചി. പിന്നെന്താണ്? ഗ്രാമ്പു ഉണ്ട്. പിന്നെന്താ? സിന്നമോൺ എന്ന് വെച്ചാൽ എന്താടാ? നമ്മുടെ കറുകപ്പട്ട. അടുത്തത് എന്താണ്? നമ്മുടെ ജാതിയുടെ ജാതിക്കയും കൊണ്ടുപോയിട്ടുണ്ട്, ജാതിയുടെ പത്രയും കൊണ്ടുപോകലുണ്ടായിരുന്നു. പിന്നെന്താണ്? ഓഫ് ദസ് ബ്ലാക്ക് പെപ്പർ വിച്ച് വാസ് ഓൾസോ നോൺ ആസ് എ ബ്ലാക്ക് ഗോൾഡ്. നമ്മുടെ ബ്ലാക്ക് പെപ്പറിന് ഇവരെന്താ വിളിച്ചിരുന്നത്? ബ്ലാക്ക് ഗോൾഡ് എന്നാ വിളിച്ചിരുന്നത്. ഭയങ്കര റേറ്റ് അല്ലേ ബ്ലാക്ക് പെപ്പറിന്. ബിക്കം ദ ഫോറിനേഴ്സ് ഫേവറേറ്റ്. അപ്പം ബ്ലാക്ക് പെപ്പർ എന്ന് പറയുന്ന ആരുടെ ഫേവറേറ്റ് ആണ്? ഫോറിനേഴ്സിന്റെ ഫേവറേറ്റ് ആയിരുന്നു. ഇനി നെക്സ്റ്റ് അടുത്ത് എന്താണ്? ഇത് നമ്മുടെ വാസ്കോഡഗാമയാണ് അല്ലേ. ആദ്യമായിട്ട് ഇന്ത്യയിൽ എത്തിയ അല്ലേ. വാസ്കോഡഗാമ ഇന്ത്യയിൽ എത്തിയ കാര്യമൊക്കെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് സെഡ് ഇൻ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് ദാറ്റ് വാസ്കോഡഗാമ എ പോർച്ചുഗീസ് ട്രാവലർ ഹൂ കം ടു ഇന്ത്യ. അപ്പോൾ ഈ വാസ്കോഡഗാമ എന്ന് പറയുന്നത് ഏത് ട്രാവലറാണ്? പോർച്ചുഗീസിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നൊരു ട്രാവലാണ്. ടു ഗുഡ്സ് വർത്ത് 60 times the cost of his journey when he returned to Europe. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? പണ്ട് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് കാലുകുത്തിയ സ്ഥലം എന്നറിയപ്പെടുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കാപ്പാടാണ് കേട്ടോ. അപ്പോൾ ഇദ്ദേഹം ഇന്ത്യയിൽ വന്നപ്പം ഇദ്ദേഹത്തിന് അവിടുന്ന് ഇങ്ങോട്ട് ഉണ്ടായ ചെലവിനേക്കാളും 60 ഇരട്ടി സാധനം, 60 times ഗുഡ്സ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടുന്ന് യൂറോപ്പിലേക്ക് കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട് അല്ലേ. എന്നാ പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് അടുത്ത് എന്താടാ? ഫൈൻഡ് ഔട്ട് സ്പൈസസ് ദാറ്റ് ആർ കൾട്ടിവേറ്റഡ് ഇൻ യുവർ റീജിയൻ. അപ്പോൾ ഇതിൽ ഏതൊക്കെ സാധനങ്ങൾ നിങ്ങളുടെ റീജിയനിൽ, നിങ്ങളുടെ പ്രദേശത്ത് ഉണ്ട് എന്നുള്ളത് ഒന്ന് പറയണം കേട്ടോ. ബ്ലാക്ക് പേപ്പർ ഒക്കെ സാധാരണയായിട്ട് കാണുന്നതാണ് അല്ലേ. പിന്നെന്താണ്? ജിഞ്ചർ എന്തായാലും ഉണ്ടാവും അല്ലേ. പിന്നെന്താണ്? നട്മർഗ് ഉണ്ടോ എന്നൊക്കെ പറയണം കേട്ടോ. ഈ സാധനങ്ങളൊക്കെ മിസ്സിൻ്റെ ഏരിയയിലുണ്ട്. നിങ്ങളുടെ ഏരിയയിൽ, നിങ്ങളുടെ ജില്ല ഏതാണെന്നും നിങ്ങളുടെ ഏരിയയിൽ ഏതൊക്കെ കാണുന്നുണ്ട് എന്നുള്ളതും എൻ്റെ കുഞ്ഞു കൂട്ടുകാരൊന്ന് പറയണം കേട്ടോ. കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അതേപോലെ ഒരു കാര്യം ഇവിടെ ചെയ്യണം കേട്ടോ. മക്കൾ ഇടുമ്പോൾ മക്കളെ പേരൂടെ ഇട്ട് കഴിഞ്ഞാൽ മിസ്സിന് കൂടുതൽ പേരെ പരിചയപ്പെടാമല്ലോ. അപ്പോൾ പേരൂടെ ഇടണം കേട്ടോ, അത് മറന്നു പോകണ്ടേ. ഇറ്റ് വാസ് ദ എക്സ്പാൻഷൻ ഓഫ് ട്രേഡ് ദാറ്റ് ലീഡ് ടു ദ എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് ബിറ്റ്വീൻ ഡിസ്റ്റന്റ് ലാൻഡ്സ്. അപ്പോൾ എന്താണ് പറഞ്ഞേക്കുന്നത്? കച്ചവടം ഇങ്ങനെ നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിൻകാലത്ത് എന്താണ് പല സാധനങ്ങൾ, ഫുഡ് ഐറ്റംസ് എന്ത് ചെയ്തിട്ടുണ്ട്? അങ്ങോട്ടും നമ്മുടെ നാട്ടിലോട്ടും വന്നിട്ടുണ്ട്. ദ പിക്ചർ ഓഫ് സം ഓഫ് ദ ഫുഡ് ഐറ്റംസ് ദാറ്റ് become popular in India as a result of such exchange are given below. അപ്പോൾ എന്താണ്? ഇവിടെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അത് നമ്മുടെ ഇന്ത്യയിൽ എന്താണ് പോപ്പുലർ ആയിട്ട് കാണുന്നതാണല്ലോ. ഏതൊക്കെയാടാ? ഒന്ന് വായിച്ചു നോക്കിക്കേ. ഫസ്റ്റ് കണ്ട് ഗുവ അല്ലെങ്കിൽ നമ്മുടെ പേരൊക്കെ അല്ലേ. അടുത്ത ഏതാടാ? പപ്പായ. പപ്പായ എന്ന് വെച്ചാൽ ഏതാണ്? പപ്പായ അല്ലെങ്കിൽ നമ്മൾ കപ്പളങ്ങ എന്നൊക്കെ പറയും അല്ലേ. പൈനാപ്പിൾ എന്താണ്? പൈനാപ്പിൾ തന്നെ. കൈതച്ചക്ക. അടുത്തെന്താണ്? കാഷ്യൂനട്ട്. കശുവണ്ടി അല്ലേ. പിന്നെന്താണ്? ടാപ്പിയോക്ക. ടാപ്പിയോക്ക എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ കപ്പ. പിന്നെന്താണ്? പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ് അല്ലേ. ആർ നോട്ട് യു ഫെമിലിയർ വിത്ത് ഓൾ ദ ഫുഡ് ഐറ്റംസ് ഷോ ഇൻ ദ പിക്ചർ? നിങ്ങൾക്ക് ഫെമിലിയർ അല്ലേടാ? നിങ്ങൾക്കറിയാവുന്ന സാധനങ്ങൾ മാത്രമല്ലേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ? അതേലേ. ഡു ദിസ് ഫുഡ് ഐറ്റംസ് ഹാവ് ദർ ഒറിജിൻ ഇൻ യുവർ ലാൻഡ്? ഫൈൻഡ് ഔട്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഒറിജിൻ എന്ന് പറയുന്നത്, ഇവരുടെയൊക്കെ ജന്മദേശം എന്ന് പറയുന്നത് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ ഏതാണ്? ഗുവ. ഫസ്റ്റ് വൺ ഏതാണ്? ഗുവ. ഗുവയുടെ എന്താണ് ജന്മദേശം എന്ന് പറയുന്നത് മെക്സിക്കോ ആണ് കേട്ടോ. ഏതാണ്? മെക്സിക്കോ. അതേപോലെ പപ്പായയുടെ ഏത് തന്നെയാണ്? മെക്സിക്കോ തന്നെയാണ്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് മെക്സിക്കോ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗുവയുടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? മെക്സിക്കോ ആണ് കേട്ടോ. മെക്സിക്കോ. ഓക്കെ, പപ്പായയുടെ ഇത് തന്നെയാണ്. മെക്സിക്കോ തന്നെയാണ് കേട്ടോ. ഇത് സൗത്ത് അമേരിക്കയാണ് കേട്ടോ. സൗത്ത് അമേരിക്കയാണ് കേട്ടോ. സൗത്ത് അമേരിക്കയാണ് പൈനാപ്പിളിൻ്റെ കേട്ടോ. ഇനി അടുത്ത ഏതാണ്? കാഷ്യൂനട്ട്. ബ്രസീലാണ് കേട്ടോ. കാഷ്യൂനട്ട് ഏതാണ്? ബ്രസീലാണ്. അടുത്ത ഏതാണ്? പിന്നെ കാഷ്യൂനട്ട് ബ്രസീലാണ്. പിന്നെ അടുത്ത ഏതാടാ? ടപ്പിയോക്ക ഏതാണ്? സൗത്ത് അമേരിക്കയാണ് കേട്ടോ. ടപ്പിയോക്ക ഏതാണ്? സൗത്ത് അമേരിക്കയാണ്. അടുത്ത ഏതാണ്? പൊട്ടറ്റോ എന്നത് സൗത്ത് അമേരിക്ക. അതേപോലെ ഏതാണ്? ചില്ലി എന്ന് പറയും കേട്ടോ. സൗത്ത് അമേരിക്കയിൽ ഏതാണ്? ചില്ലിയാണ്. മിസ് ഇത് നോട്ട് തരുമ്പോൾ കാര്യമായിട്ട് അതിൽ തരാം കേട്ടോ. ഞാൻ ഇതെല്ലാം കൂടെ ഇവിടെ എഴുതിയിടുമ്പോൾ നിങ്ങൾക്കത് പിടിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് നിങ്ങൾ കേട്ടാൽ മതി.
അടുത്തത് ഗുവ. ബർത്ത് പ്ലേസ് ഏതാണ്? മെക്സിക്കോ ആണ് അല്ലേ. ഗുവയുടെ ബർത്ത് പ്ലേസ് എന്ന് പറയുന്നത് ഏതാണ്? മെക്സിക്കോ ആണ്. ആപ്പിൾ ഓഫ് ട്രോപ്പീസ് എന്നറിയപ്പെടുന്നു. ആപ്പിൾ ഓഫ് എന്താണ്? ട്രോപ്പിക്സ് എന്നറിയപ്പെടുന്നു. ട്രോപ്പിക്സ് എന്ന് വെച്ചാൽ എന്താണ്? നല്ല ചൂടുള്ള പ്രദേശത്തിന് നമ്മൾ പറയുന്ന പേരാണ് ട്രോപ്പിക്സ് എന്ന് പറയുന്നത്. ബ്രോട്ട് ടു ഇന്ത്യ ബൈ ദ പോർച്ചുഗീസ്. അത് നമ്മൾ ഇന്ത്യയിലേക്ക് എത്തിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഇതിൽ എന്തൊക്കെയുണ്ട്? വൈറ്റമിൻ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട് അല്ലേ. അതേപോലെ അതാണ് അടുത്തത് നെക്സ്റ്റ് കൊടുത്തേക്കുന്നത് നമ്മുടെ ടാപ്പിയോക്കയാണ് അല്ലേ. എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? അതാണ് ടാപ്പിയോക്കിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ബർത്ത് പ്ലേസ് എന്ന് പറയുന്നത് മിസ് ഓൾറെഡി പറഞ്ഞു. ഏതാണ്? സൗത്ത് അമേരിക്കയാണ് അല്ലേ. ഏതാണ്? സൗത്ത് അമേരിക്കയാണ്. പിന്നെ ഇതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടടാ? മിനറൽസ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ദെൻ വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ കപ്പയിലെ. അപ്പൊ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. മിസ് ബാക്കി നോട്ടിലിടാം. Like this, find out the birthplace of other food items and make identity card. അപ്പോൾ നിങ്ങളോട് പറഞ്ഞേക്കുന്നത് എന്താ വെച്ചാൽ വേറെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെയൊക്കെ ബർത്ത് പ്ലേസും അതേപോലെ ഇതേപോലെ ഐഡന്റിറ്റി കാർഡും ഉണ്ടാക്കാനാണ്. ഡിസ്പ്ലേ ദ പ്രിപ്പയർ ഐഡന്റിറ്റി കാർഡ് ഇൻ ദ ക്ലാസ് റൂം. ഇത് എവിടെ നിങ്ങൾ ഡിസ്പ്ലേ ചെയ്യും വേണോ? നിങ്ങളെ ക്ലാസ്സിൽ ഇത് ഡിസ്പ്ലേ ചെയ്യും വേണം കേട്ടോ. എക്സ്ചേഞ്ച് ഓഫ് എ ഫുഡ് ഐറ്റംസ് ഈസ് ഗോയിങ് ഓൺ. അപ്പം നമ്മളെന്താണ് ഈ ഫുഡ് ഐറ്റംസ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് എന്ത് ചെയ്യുന്നുണ്ട്? നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻ അഡീഷൻ ടു ട്രേഡ്, പീപ്പിൾ ട്രാവൽ ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ് ഫോർ എംപ്ലോയ്മെന്റ്, എഡ്യൂക്കേഷൻ, ലീഷർ എക്സെട്ര, മേക്കിംഗ് ദിസ് എക്സ്ചേഞ്ച് മോർ വൈഡ് സ്പ്രെഡ്. അപ്പൊ എന്താ പറയുന്നത്? നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ട്രേഡ് മാത്രമല്ല നടക്കുന്നത് ആണോ. നമ്മുടെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ നിന്ന് അങ്ങോട്ട് പല ആവശ്യത്തിന് വേണ്ടി ട്രാവൽ ചെയ്യുന്നുണ്ട്, യാത്ര ചെയ്യുന്നുണ്ട് അല്ലേ. ഏതൊക്കെയാണ് ആവശ്യങ്ങൾ എന്ന് പറയുന്നത്? തൊഴിൽ തേടി പോകുന്നില്ലേ, എഡ്യൂക്കേഷന് വേണ്ടി പോകുന്നില്ലേ, യാത്രകൾ പോകുന്നില്ലേ. യാത്ര മീൻസ് എന്താണ്? നമ്മൾ ടൂർ പോലെ പോകുന്നില്ലേ. ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? വേൾഡ് വൈഡ് ആയിട്ട് നടക്കുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് അടുത്ത് എന്താണ്? നെക്സ്റ്റ് അടുത്തതിലേക്ക് നോട്ടോ. അടുത്തത് ഫുഡ് ആൻഡ് ഇൻഇക്വാലിറ്റി. ഫുഡ് ആൻഡ് എന്താണ്? ഇൻഇക്വാലിറ്റി. ദർ വർ വേരിയസ് ടൈപ്പ് ഓഫ് ഇൻഇക്വാലിറ്റി ഇൻ അവർ കൺട്രി. നമ്മുടെ കൺട്രിയിൽ എന്ത് നടക്കുന്നുണ്ട്? ഭക്ഷണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റിലേറ്റഡ് ടു ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് നടക്കുന്നുണ്ട്? പലതരത്തിലുള്ള അസമത്വം അല്ലെങ്കിൽ ഇൻഇക്വാലിറ്റി. ഇൻഇക്വാലിറ്റി മീൻസ് എന്താണ്? ഈക്വൽ അല്ലായ്മ എന്നാണ് കേട്ടോ, തുല്യമല്ലായ്മ. Social inequalities prevented people of all castes from the dining together. നമ്മുടെ എന്താണ് സമൂഹത്തിൽ പലതരത്തിലുള്ള അസമത്വങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഓൾറെഡി നിലനിൽക്കുന്നുണ്ട്. സമത്വങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് എന്തുണ്ടാക്കുന്നുണ്ട്? തടസ്സം ഉണ്ടാക്കുന്നുണ്ട്. ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? സമൂഹത്തിൽ എല്ലാവർക്കും ഒരു കാലത്ത് അങ്ങനെ കഴിക്കാൻ പറ്റില്ലായിരുന്നു. അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് എ സോഷ്യൽ റിഫോർമർ സഹോദരൻ അയ്യപ്പൻ ആൻഡ് ഇന്റർ ഡൈനിങ് ഇൻഡറ്റീവ് നെയ്മഡ് എന്താണ് മിശ്ര ഭോജനം വാസ് ഹെൽഡ് അറ്റ് ചേലാരി ഇൻ എറണാകുളം എഗൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. അപ്പം എന്താ പറഞ്ഞേക്കുന്നത് വെച്ചാൽ അപ്പം ഇതിനെതിരായിട്ട് ആരെങ്കിലും ഒന്ന് പ്രവർത്തിക്കണമല്ലോ. അങ്ങനെ സോഷ്യൽ റിഫോർമറായ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ ഒരു എന്ത് ക്രിയേറ്റ് ചെയ്തു? മിശ്ര ഭോജനം എന്ന് പറയുന്ന ഒരു ഡൈനിങ് ക്രിയേറ്റ് ചെയ്തു. അതെവിടെയാണ് നടന്നത്? ചേരായി, എറണാകുളം ജില്ലയിലെ ചേരായി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് നടന്നിരുന്നത്. നെക്സ്റ്റ് അടുത്ത് എന്താണ്? മിശ്ര ഭോജനം. അടുത്ത ഏതാ പറയുന്നത്? മിശ്ര ഭോജനം എന്നാണ് നടന്നത്? 1917 നടന്നത് കേട്ടോ. എന്നാണ്? 1917 ഏതാണ് ഡേറ്റ് എന്ന് പറയുന്നത്? ഏതാണ്? മെയ് 29 കേട്ടോ. മെയ് 29 നടന്നത്. അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സഹോദരൻ അയ്യപ്പൻ. ആരുടെ നേതൃത്വത്തിലാണ്? നമ്മുടെ സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ നടന്നു. ഈ ഇന്റർ ഡൈനിങ് നെയ്മഡ് മിശ്ര ഭോജനം. എന്താണ്? ആ ഡൈനിങ്ങിന്റെ പേരെന്തായിരുന്നു? മിശ്ര ഭോജനം. വാസ് ഓർഗനൈസ്ഡ് അറ്റ് ചേറായി ഇൻ എറണാകുളം ഡിസ്ട്രിക്ട്സ്. ഇത് എവിടെയാണ് നടന്നത്? എറണാകുളം ജില്ലയിലുള്ള ചേറായി എന്ന് പറയുന്ന സ്ഥലത്താണ് മിശ്രഭോജനം എന്ന് പറയുന്ന ഒരു ഡൈനിങ് നടന്നത്. ദിസ് protest was held against the denial of the right of all the sections of people to dine together. ഇത് എന്തിനു വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നുണ്ടാ? നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ക്ലാസ്സസിലുള്ള ആൾക്കാർക്കും ഒന്നിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡൈനിങ് ആയിരുന്നു. സഹോദരൻ അയ്യപ്പൻ ഹാഡ് ടു ഫേസ് സ്ട്രോങ് ഓപ്പോസിഷൻ ആസ് ഹി ഹാഡ് ലീഡ് ദ മിശ്ര ഭോജനം. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമോ? ഇല്ല. ഉയർന്ന ക്ലാസ്സുകാർക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഒരുപാട് അദ്ദേഹം ഇതിനെതിരെ ഒരുപാട് പലരുടെ അടുത്തു നിന്നുമുള്ള എതിർപ്പ് ഇദ്ദേഹം നേരിടേണ്ടി വന്നിട്ടുണ്ട്.
This reveals the social inquiries that exist in Kerala. Caste system was a case of inequality. അപ്പോൾ ഈ ഇന്നിക്വാലിറ്റിക്ക് ഏറ്റവും കൂടുതൽ ഇന്നിക്വാലിറ്റി നടക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാസ്റ്റ് സിസ്റ്റമാണ് എന്നാണ് പറയുന്നത്. കാസ്റ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്? ജാതി വ്യവസ്ഥ എന്ന് നമ്മൾ മലയാളത്തിൽ പറയില്ലേ. ജാതി വ്യവസ്ഥ ഉള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ വരുന്നത് അല്ലേ. ഉയർന്നിട്ടുള്ള ജാതിക്കാർ തിന്നിട്ടേ താഴ്ന്ന ജാതിക്കാർക്ക് തിന്നാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സിസ്റ്റമൊക്കെ വരുന്നത് ഈ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ കാരണമാണ്. Do caste discrimination related to food still exists in your country? അപ്പോൾ നെക്സ്റ്റ് എന്താണ്? ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ എന്ത് നടക്കുന്നുണ്ടോ? പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലേ, പലതരത്തിലുള്ള വിവേചനങ്ങൾ നടക്കുന്നുണ്ട്. സച്ച് ഡിസ്ക്രിമിനേഷൻ ആർ പ്രൊഹിബിറ്റഡ് ഇൻ അവർ കൺട്രി ബൈ ലോ. അപ്പോൾ ഇത് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇങ്ങനത്തെ പരിപാടികൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡിസ്ക്രിമിനേഷന് നമ്മുടെ നാട്ടിൽ നിയമം വഴി എന്ത് ചെയ്യേണ്ടതുണ്ട്? പ്രൊഹിബിറ്റഡ് എന്ന് വെച്ചാൽ നിരോധിക്കേണ്ടതുണ്ട് എന്നാണ് കേട്ടോ. ആ നിയമം വഴി നിരോധിക്കേണ്ടതുണ്ട്. ലോ മീൻസ് എന്താണ്? നിയമമാണ് കേട്ടോ. ലോ മീൻസ് നിയമമാണ്. പ്രൊഹിബിറ്റഡ് മീൻസ് എന്താണ്? നിരോധിക്കേണ്ടതുണ്ട്. നോട്ട് ഓൺലി സോഷ്യൽ ബട്ട് എക്കണോമിക് ഡിസ്ക്രിമിനേഷൻ ഓൾസോ പോസ് ദ ചാലഞ്ച് ടു ഇക്വാലിറ്റി ഇൻ ഫുഡ് ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ എന്താണ്? സാമൂഹ്യ വിഭജനം മാത്രമാണോ? അല്ലാതെ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ സാമ്പത്തിക വിവേചനവും അല്ലേ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടല്ലോ. ഉണ്ട്, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും ഇതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് അല്ലേ. മേക്ക് എ നോട്ട് ഓൺ ദ ടോപ്പിക് ഇൻഇക്വാലിറ്റീസ് ഇൻ ഫുഡ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നോട്ട് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് അടുത്തത് ക്ലംബസസ് ഓഫ് എ സ്റ്റാർവേഷൻ. അടുത്ത നമ്മൾ എന്താ പറയുന്നത്? നമ്മുടെ നാട്ടിലെ പട്ടിണിയുടെ നേർക്കാഴ്ചകളാണ് അല്ലേ. പട്ടിണി ഇപ്പോഴും നടക്കുന്നില്ലേടാ നമ്മുടെ ലോകത്ത്? ഉണ്ട് അല്ലേ. ഒബ്സർവ് ദിസ് ന്യൂസ് ഹെഡ്ലൈൻസ്. എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? ക്ലൈമറ്റ് ചേഞ്ച് റിപ്പോർട്ട് സേസ് ദാറ്റ് സ്റ്റാർവേഷൻ ഇൻ ദ കൺട്രി വിൽ റൈസ്. അടുത്തത് എന്താണ്? വാർ കാരണം അവിടെ എന്തുണ്ടായിട്ടുണ്ട്? ഫുഡ് ക്രൈസിസ് ഉണ്ടാകുന്നുണ്ട്. ഹംഗ്രി ചിൽഡ്രൻസ് ആർ ദ ക്രൈയിങ് ഹെവി സ്റ്റാർവേഷൻ ഇൻ സിറിയ. പിന്നെന്താണ്? അങ്ങനെ പല ന്യൂസസ് ആണ് ഇവിടെ കിടക്കുന്നത് അല്ലേ. വാട്ട് ആർ ദ പീസസ് ഓഫ് ഇൻഫർമേഷൻ യു ഗെറ്റ് ദസ് ന്യൂസ് ഹെഡ്ലൈൻസ്? നിങ്ങൾക്ക് ഈ ന്യൂസിൽ നിന്ന് എന്താണ് മനസ്സിലായത്? സ്റ്റാർവേഷൻ സ്റ്റിൽ എക്സിസ്റ്റ് ഇൻ മെനി പാർട്ട് ഓഫ് ദ വേൾഡ്. ഇപ്പോഴും എന്ത് നമ്മുടെ ലോകത്ത് നടക്കുന്നുണ്ട്? ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എന്ത് നടക്കുന്നുണ്ട്? പട്ടിണി നടക്കുന്നുണ്ട്. വേറെന്തൊക്കെയാടാ? വാറ് കാരണം പട്ടിണിക്ക് സ്റ്റാർവേഷന് വാറൊരു കാരണമാണല്ലേ. പിന്നെ വേറെ എന്താണ് ഒരു കാരണം എന്ന് പറയുന്നത്? വാറൊരു കാരണമാണ്. ദെൻ ക്ലൈമറ്റ് ചേഞ്ച് എന്താണ്? ഒരു കാരണമാണ് അല്ലേ. ക്ലൈമറ്റിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് എന്തിന് കാരണമാണ്? ക്ലൈമറ്റ് ചേഞ്ച് വാറിന് എന്താണ്? ഒരു കാരണമാണ് അല്ലേ. ക്ലൈമറ്റ് ചേഞ്ച് എന്തിന് കാരണമാണ്? വാറിന് ഒരു കാരണമാണ്. The food that is necessary to maintain health is a right of every human being. അപ്പോൾ ഈ ഫുഡ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യൻ്റെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമല്ലേടാ? അതെ. ബട്ട് there are thousands in many part of the world without even a single meal to sustain life. പക്ഷേ നമ്മുടെ ലോകത്തിൻ്റെ പല ഭാഗത്തെ ആൾക്കാരും അല്ലെങ്കിൽ ലോകത്തുള്ള ആയിരങ്ങൾക്ക് ഫുഡ് അവനവൻ്റെ ജീവൻ നിലനിർത്താൻ പോലും ഫുഡില്ലാത്തൊരവസ്ഥയുള്ള പല പാർട്ടും നമ്മുടെ ലോകത്തുണ്ട്. ക്ലൈമറ്റ് ചേഞ്ചസ്, വാർ, അൺഎംപ്ലോയ്മെൻറ്റ് എക്സെട്ര കേസസ് ഓഫ് പോവർട്ടി ആൻഡ് സ്റ്റാർവേഷൻ. അപ്പോൾ ചോദിക്കും കേട്ടോ, സ്റ്റാർവേഷനും അതേപോലെ പോവർട്ടിക്കുമുള്ള റീസൺസ് എന്തൊക്കെയാണെന്ന് ചോദിക്കും കേട്ടോ. ഏതൊക്കെയാണ്? ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്, വാർ ഉണ്ട്, അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ട് കേട്ടോ. ഇതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കണേ. അടുത്തെന്താണ്? ഫമീൻ ഇൻ ബംഗാൾ. Excessive economic exploration during the British period in India lead to famine and കോൺസിക്വൻ്റ്ലി മെനി പീപ്പിൾ ഡയഡ്. അങ്ങനെ നമ്മുടെ ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യ ഭരിച്ചിരുന്ന ആരാണ്? നമ്മുടെ ബ്രിട്ടീഷുകാരാണ് അല്ലേ. അവർ ഭരിച്ചിരുന്നപ്പോൾ നമ്മളെ അമിതമായിട്ട് ഇവരെന്ത് ചെയ്തിരുന്നു? സാമ്പത്തികമായിട്ട് ഇവർ നമ്മളെ ചൂഷണം ചെയ്തിരുന്നു. സാമ്പത്തികമായിട്ട് എന്ത് ചെയ്തിരുന്നു? ചൂഷണം ചെയ്ത് കൊണ്ടിരുന്നു അല്ലേ. അങ്ങനെ ബംഗാൾ ഫെമീൻ ഇൻ 1943 ഈസ് ദ ടൈപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് ദിസ്. അങ്ങനെ ബംഗാളിൽ നടന്ന ഒരു ഭക്ഷ്യക്ഷാമം എന്ന് പറയുന്നത് ഇതിനൊരു എക്സാമ്പിളാണ്. അഗ്രികൾച്ചർ വാസ് എ മെയിൻ ലൈവ്ലിഹുഡ് ഓഫ് ദ പീപ്പിൾ ഓഫ് ബംഗാൾ. അപ്പോൾ ഈ ബംഗാളിലെ ആൾക്കാരുടെ മെയിൻ ഒരു എന്താണ് മെയിനായിട്ടുള്ള അവരുടെ തൊഴിലെന്ന് പറയുന്നത്, അവരുടെ ജീവിത മാർഗം എന്ന് പറയുന്നത് ഏതാണ്? അഗ്രികൾച്ചർ ആയിരുന്നു. പാഡി ഫീൽഡ് വേർ എക്സ്റ്റെൻസീവ്ലി ഡിസ്ട്രോയിഡ് ആസ് ദ റിസൾട്ട് ഓഫ് ദ ഹെവിലി സ്ട്രോ ഓൺ ദ ബംഗാൾ
കോസ്റ്റ്. അപ്പോൾ എന്താ പറഞ്ഞത്, അങ്ങനെ ബംഗാളിൽ എന്ത് നടന്നു, വ്യാപകമായിട്ട് കൊടുങ്കാറ്റുണ്ടായി. അങ്ങനെ കൊടുങ്കാറ്റുണ്ടായപ്പോൾ ഇവരുടെ പാടുകൾ മൊത്തം എന്ത് ചെയ്തു, മൊത്തമായിട്ട് നശിച്ചു. ഓക്കെ. സബ്സിക്വൻ്റ്ലി there occurred a food crisis in ബംഗാൾ. അപ്പം അതുമായിട്ട് അവരുടെ ജീവിതമാർഗം ഈ കൃഷിയല്ലടാ. അപ്പം മൊത്തം കൃഷി നശിച്ചാൽ അവർക്ക് പിന്നെ ഫുഡ് കഴിക്കാനുണ്ടാവോ? ഇല്ല അല്ലേ. അങ്ങനെ അവിടെ എന്ത് സംഭവിച്ചു, ഫുഡിൻ്റെ ക്രൈസിസ് ഉണ്ടായി, അല്ലെങ്കിൽ എന്താണ്, ഫുഡിൻ്റെ ക്ഷാമം ഉണ്ടായി. എബൌട്ട് 30 lakh പീപ്പിൾ ഡൈഡ് ഓഫ് സ്റ്റാർവേഷൻ ഡ്യൂറിങ് ദിസ് ഫെമിന്. അപ്പോൾ ഈ ഭക്ഷ്യക്ഷാമം കൊണ്ട് ഏകദേശം എത്ര ആൾക്കാർ മരിച്ചിട്ടുണ്ടാ, 30 ലക്ഷം. ഒന്നും കഴിക്കാനില്ലാതെ അല്ലെങ്കിൽ പട്ടിണി മൂലം 30 ലക്ഷം ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്. വല്ലാത്ത അവസ്ഥയാണല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒന്നും കഴിക്കാനില്ലാണ്ട്. നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണല്ലേ. ഒന്നും കഴിക്കാനില്ലാതെ 30 ലക്ഷം ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്. Another reason for starvation is the inequality in the distribution of wealth. Wealth is not distributed equally to all. So while some people eat their fill, others starve. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്, നമ്മുടെ സമ്പത്തിൻ്റെ വിതരണം എന്ന് പറയുന്നത് സമ്പത്തിൻ്റെ വിതരണത്തിലുള്ള ഈക്വാലിറ്റി ഒരു എന്താണ്, പട്ടിണിക്ക്, സ്റ്റാർവേഷന് കാരണമാണ്. സമ്പത്ത് ഇപ്പോൾ എല്ലാവർക്കും, പൈസ എല്ലാവർക്കും ഒരുപോലെയാണോ ഉള്ളത്? അല്ല. പൈസ ഉള്ളവനുണ്ട്, ഇല്ലാത്തവനുണ്ട്. ശരിയല്ലേ. ഉള്ളവൻ നന്നായിട്ട് കഴിക്കുമ്പോൾ ഇല്ലാത്തവൻ എന്ത് ചെയ്യുന്നു, സ്റ്റേർവ് ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ടി വരുന്നു അല്ലേ. ഉള്ളവൻ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നു അല്ലേ. അപ്പം നമ്മുടെ ഈ പണത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരുപോലെ അല്ലാത്തത് കൊണ്ടാണ്. വിത്ത് എ വ്യൂ ഓഫ് സ്ട്രെങ്തനിങ് ദ എഫേർട്ട് അഗൈൻസ്റ്റ് പോവർട്ടി ആൻഡ് സ്റ്റാർവേഷൻ ആൻഡ് എൻഷുറിങ് ഫുഡ് ഫോർ ഓൾ, വേൾഡ് ഫുഡ് ഡേ ഈസ് അപ്പോൾ ഏതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത്, വേൾഡ് ഫുഡ് ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ 16 ഒക്ടോബർ എവരി ഇയർ. അപ്പോൾ നമ്മൾ എന്ത് നടത്തുന്നുണ്ട്, ദാരിദ്ര്യവും പട്ടിണിക്കും എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് വേൾഡ് ഫുഡ് ഡേ ഏത് ദിവസം നമ്മൾ ആചരിക്കുന്നത്, ഒക്ടോബർ 16 നമ്മൾ ആചരിക്കുന്നുണ്ട്. Kerala is a model state of implementing various schemes for the poverty alleviation. Kudumbashree Mission, the project launched by the government of Kerala for poverty alleviation, is the example for this. അങ്ങനെ നമ്മുടെ കേരളത്തിൽ എന്താണ്, ദാരിദ്ര്യം അതേപോലെ പട്ടിണി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള സ്കീംസ് ഉണ്ട്. അതിലെ ഒരു സ്കീമാണ് ഏതെന്ന് പറയുന്നത്, കുടുംബശ്രീ മിഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഏതെന്ന് പറയുന്നത്, നമ്മുടെ കുടുംബശ്രീ മിഷൻ എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്കീമാണ്. അടുത്തെന്താണ്, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013. ഏതാണ്, ദ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് കം ഇൻ ടു ഫോഴ്സ് ഇൻ ഇന്ത്യ ഇൻ 2013. The objective of this act is to ensure food security for all. അപ്പം നമ്മുടെ നാട്ടിൽ എന്ത് നടത്തുന്നുണ്ട്, ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നടപ്പിലാക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, എന്താണ് അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് മീൻസ് എന്താടാ, അതിൻ്റെ ഒരു എന്താ പറയുക, ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, എൻഷുർ ഫുഡ് സെക്യൂരിറ്റി ഫോർ ഓൾ, എല്ലാവർക്കും ഭക്ഷണം എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. എ സ്ട്രോങ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എക്സിറ്റ് ഇൻ അവർ കൺട്രി വിത്ത് ദ ഒബ്ജക്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഫുഡ് എത്തിക്കുക, ഒരു പൊതുവിതരണ സംവിധാനം, സ്ട്രോങ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ പൊതുവിതരണ സംവിധാനമൊക്കെ സ്ട്രോങ് ആക്കുക എന്ന ലക്ഷ്യത്തോടെ ഉണ്ടാക്കിയ ഒരു ആക്റ്റാണ് കേട്ടോ. ഇനി പ്ലക്കാർഡ്സ് തയ്യാറാക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡോണ്ട് വേസ്റ്റ് ഫുഡ്. നമ്മൾ ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല അല്ലേ. ഫുഡ് എന്ത് ചെയ്യാൻ പാടില്ല, വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഷെയർ ഫുഡ് വിത്ത് അതേഴ്സ്, ഡോണ്ട് വേസ്റ്റ് ഫുഡ്. അപ്പോൾ ഫുഡ് എന്ത് ചെയ്യുക, മറ്റുള്ളവർക്ക് നൽകുക, ഒട്ടും എന്ത് ചെയ്യാൻ പാടില്ല, വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഫുഡ് ആൻഡ് ഹെൽത്ത്, നെക്സ്റ്റ് അടുത്ത് നമ്മൾ പറയുന്നത് ഫുഡ് ആൻഡ് ഹെൽത്ത്. ആസ് വി നോ ഫുഡ് ഈസ് എ വൺ ഓഫ് ദ ബേസിക് നീഡ് ദാറ്റ് സർട്ടൈൻ ഹ്യൂമൻ ലൈഫ്. നമുക്ക് ഭക്ഷണം കഴിച്ചാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജീവൻ നിലനിർത്താൻ കഴിയുള്ളൂ അല്ലേ. Food has an important role of maintaining health. We can maintain our physical and mental health by taking nutrients food. അപ്പോൾ നമ്മുടെ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ എങ്ങനത്തെ ഫുഡ് കഴിക്കണം, ന്യൂട്രിയൻസ് അടങ്ങിയ പോഷണ സമൃദ്ധമായ ഫുഡ് കഴിക്കണം. ബട്ട് അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ് ലീഡ് ടു മെനി ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചാൽ നമുക്ക് എന്തുണ്ടാവും, പലതരത്തിലുള്ള ലൈഫ് ഡിസീസസ് ഉണ്ടാവും അല്ലേ. ഇന്റർനാഷണൽ ഇയർ ഓഫ് മീലറ്റ്സ് 2023 ഹാസ് ബീൻ സെലക്ടഡ് ആസ് എ ഇന്റർനാഷണൽ ഇയർ ഓഫ് എ മീലറ്റ് ബൈ ദ യുണൈറ്റഡ് നാഷൻ. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന 2023 എന്ത് ഇയർ ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്, ഇന്റർനാഷണൽ ഇയർ ഓഫ് മീലറ്റ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് എ ഇന്റർനാഷണൽ ഇയർ ഓഫ് മീലറ്റ് ഈസ് ദ
ടു പ്രൊമോട്ട് ദ പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ഓഫ് മീലറ്റ്. എന്താണ് ടു പ്രൊമോട്ട് ദ പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ഓഫ് എന്താണ് മീലറ്റ്. മീലസ് ആർ ക്രൈസി ക്രോപ്പും ഫ്രം വിച്ച് cereals ആർ പ്രൊഡ്യൂസ്ഡ്. അപ്പം എന്താണ് നമ്മുടെ മീലറ്റ് പുല്ലുവർഗത്തിൽപ്പെട്ട ധാന്യങ്ങളാണ്. എന്താണ് ചെറുധാന്യങ്ങൾ പുല്ലുവർഗത്തിൽപ്പെട്ടതാണ് കേട്ടോ. മീലറ്റ് ഇൻക്ലൂഡ് ജോഹർ, റാഗി, കോഡോ മീലറ്റ്, ഫോക്സ്റ്റൈൽ മീലറ്റ് എക്സെട്ര. മീലസ് ക്യാൻ കൺട്രോൾ കാർഡിയാറ്റിക് ഇഷ്യൂ ആൻഡ് അതർ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. മീലറ്റ് ഒരു എന്തൊക്കെ എന്തിൽ നിന്നൊക്കെ കൺട്രോൾ തരുന്നുണ്ട്? കാർഡിയാറ്റിക് ഇഷ്യൂവിൽ നിന്നും അതേപോലെ ലൈഫ് സ്റ്റൈൽ രോഗങ്ങളിൽ നിന്നൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. സോ ന്യൂട്രിയസ് മീലസ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ അവർ ഡെയിലി ഡയറ്റ്. അപ്പോൾ എന്ത് യൂസ് ചെയ്യാൻ നോക്കണം? ന്യൂട്രിയൻസ് ആയിട്ടുള്ള മീലറ്റ് നമ്മൾ ഡെയിലി ഡയറ്റിൽ നമ്മൾ ഡെയിലി ഫുഡ് കഴിക്കുമ്പോൾ എന്താണ് ന്യൂട്രിയൻസ് ആയിട്ടുള്ള മീലറ്റ് ഉൾപ്പെടുത്താൻ നോക്കുക. ഫസ്റ്റ് വണ് രാഗി, രണ്ടാമത്തെ എന്താണ് ജോവർ, പിന്നെ നെക്സ്റ്റ് അടുത്തെന്താണ് ബാർലി, അടുത്തെന്താണ് കോഡോ മീലറ്റ്, പിന്നെ എന്താണ് പേൾ മീലറ്റ്, അടുത്ത ഏതാണ് ഫോക്സ്റ്റൈൽ മീലറ്റ് ആണ് അല്ലേ. നെക്സ്റ്റ് വൺ ഏതാണ് ഫോക്സ്റ്റൈൽ മീലറ്റ്. ഇതൊക്കെ ടൈപ്പ് ഓഫ് മീലറ്റ്സ് ആണ് കേട്ടോ. നെക്സ്റ്റ് അടുത്ത് പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ടോപ്പിക് ആൻഡ് ഹെൽത്തി ഫുഡ് ആൻഡ് ഹാബിറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളോട് എന്ത് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്? നോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്തെന്താണ് ആക്സസ്. പിന്നെന്താ പറയുന്നത്? ആക്സസ് ടു ഫുഡ് ഈസ് എ ലീഗൽ റൈറ്റ് ഓഫ് എവരി സിറ്റിസൺ. അപ്പം എന്താണ് ഫുഡ് ലഭിക്കുക എന്നുള്ളത് എല്ലാ പൗരൻ്റെയും നിയമ അവകാശമാണ്. വി ഷുഡ് യൂസ് ദ ഫുഡ് വി ജസ്റ്റ് judicially. Wasting food is the cruelly we do to those who don't even get a single meal. അപ്പം നമ്മൾ ഈ ഭക്ഷണം പാഴാക്കുന്നത് ഒരു നേരത്തെ പോലും ഭക്ഷണം ലഭിക്കാത്തവരോട് നമ്മൾ ചെയ്യുന്ന ക്രൂവലിറ്റി അല്ലെങ്കിൽ ക്രൂവലായിട്ടുള്ള അല്ലെങ്കിൽ ക്രൂരത നിറഞ്ഞ പെരുമാറ്റമാണ്. Therefore, everyone should realize that the food we waste belong to other as well. അപ്പം നമ്മൾ വേസ്റ്റ് മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ട ഫുഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വേസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടുണ്ടോടാ? വേസ്റ്റ് ചെയ്യാൻ പാടില്ല അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഫുഡ് വേസ്റ്റ് ചെയ്യാതെ കഴിക്കണം. അതേപോലെ വേറെ എന്താ ചെയ്യേണ്ടത്? അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് എന്ത് ചെയ്യുക? ഒഴിവാക്കുക അല്ലേ. അതാണ് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അല്ലേ. ഓക്കെ, അപ്പം എന്താണ് മിസ് ചാപ്റ്റർ ഈ സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞു. നന്നായിട്ട് പഠിക്കുക കേട്ടോ. എടാ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ക്ലാസ്സിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കുഞ്ഞുമക്കൾ എന്ത് ചെയ്യണം? മിസ്സിന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം കേട്ടോ.